السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പ്രഗൽഭമായ ഈ പരിശുദ്ധമായ രാവിൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. നമ്മുടെ മജ്ലിസ്, നമ്മുടെ രാവിലത്തെ ക്ലാസ്, എല്ലാ പരിപാടികളെയും വളരെ സജീവമായി റാഹത്തായി ദുആയോട് കൂടെ ഖൽബ് നിറച്ചും കമന്റ് നിറച്ചും ഇതിൽ പങ്കാളിയാകുന്ന എല്ലാവർക്കും അള്ളാഹുവെ പടച്ചവനെ നീ ഖൈറും ബറക്കത്തും ഇരുലോക വിജയവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, മാനസിക വിഷമം, ഡിപ്രഷൻ എല്ലാം മാറ്റി സന്തോഷം പ്രദാനം ചെയ്യണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ വളരെ പോരിശയാക്കപ്പെട്ട രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ രാവിൽ നമ്മൾ ചൊല്ലിപ്പറയുന്ന ഓരോന്നിനും പർവ്വത സമാനമായ കൂലിയുടെ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഹറമിന്റെ മണ്ണിൽ ചെയ്യുന്ന അമലുകളുടെ കൂലി, ഒരു നന്മ ചെയ്താൽ അക്തർ സവാബ, ഒരുപാട് കൂലി അല്ലാഹു വിതരണം ചെയ്യുന്ന പരിശുദ്ധമായ മനോഹരമായ രാവുകൾ. അത്തരം രാവുകളെ സാക്ഷ്യം വഹിക്കുന്ന നമ്മുടെ ഈ മജ്ലിസ്, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹറം മാസത്തിന്റെ മുഴുവൻ പോരിശയും കിട്ടാൻ വേണ്ടി, പ്രത്യേകിച്ച് മാസം മുഴുവനും സലാമത്തും അനുഗ്രഹവും ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നമുക്ക് തുറന്നു നൽകാൻ കാരണമാകുന്ന പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക്. പലരും വിചാരിച്ചത് മുഹറം 1 എന്ന് പ്രത്യേകം സുന്നത്താണ്, പിന്നെ അത് കഴിഞ്ഞാൽ വേണ്ടെന്നാണ്. ഡെയിലി, ആഴ്ചയിലല്ല, മാസത്തിലല്ല, ഡെയിലി ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. പിന്നെ ഒരുപാട് പോരിശയുണ്ട്. ആ സൂറത്തുൽ മുൽക്കാണ് നമ്മൾ ആദ്യമായി ഓതുന്നത്. ഇത് ഇന്നലെ മുഹറം 1 രാവിൽ തുടങ്ങിയ നമ്മുടെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, അനുഭവം, അത് നമ്മൾ തുടർത്തിക്കൊണ്ടു പോന്നാൽ നമ്മുടെ ലൈഫ് ടൈം മുഴുവനും ഈ മുഹറം മാസം അൽഹംദുലില്ലാഹ്, ഈ പുതിയൊരു വയസ്സിന്റെ തുടക്കം, അല്ലെങ്കിൽ പുതിയൊരു മാസം, പുതിയൊരു വർഷം, അൽഹംദുലില്ലാഹ്, ഒരു നല്ല ഒരു ഖൈറായ കാര്യങ്ങൾക്കുള്ള അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്താൽ ഇത് മുടങ്ങാതെ കൊണ്ടുപോയി, സൂറത്തുൽ മുൽക്ക് മുടങ്ങാതെ കൊണ്ടുപോയാൽ അത് മതിയാകും എന്തിനും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ കൂടെ പരമാവധി തെറ്റുകൂടാതെ എല്ലാവരും ഓതുക. നമുക്ക് ആദ്യം സൂറത്തുൽ മുൽക്ക് ഒന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير
وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العظيم അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത് 40 വട്ടം ഒരു വിശ്വാസി ഡെയിലി ഓതിയിരിക്കേണ്ട, പ്രത്യേകിച്ച് മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 മുടങ്ങാതെ ഓതിയിരിക്കേണ്ട പരിശുദ്ധമായ ഖുർആൻ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രഗൽഭമായ ദിക്റാണ്. അത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ സജീവമായി ആദ്യത്തെ 10 കൃത്യമായി അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഓതിയ ദിക്റാണ്. ആ ദിക്റിന്റെ പോലീസ് എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് പ്രയാസാണോ ആ പ്രയാസം പരിഹരിക്കപ്പെടും, എന്ത് വിഷമാണോ ആ വിഷമം പരിഹരിക്കപ്പെടും. നമുക്ക് എമ്പാടും വിഷമുണ്ട്, അത് പരിഹരിക്കപ്പെടാൻ ഇത് മതിയാകും. അതാണ് ഈ ദിക്റിന്റെ പ്രത്യേകത. അത്
ഏറ്റവും മഹത്വമുള്ള ഖൈറുകൾ വലിച്ചു കൊണ്ടുവരുന്ന ദിക്റുകളാണ്. ആ ദിക്ർ അൽഹംദുലില്ലാഹ് നമ്മൾ പാരായണം ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ പാരായണം ചെയ്യാം. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡയറക്റ്റ് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആയാണ്. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? അതിന്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേദനയാക്കുന്നൊരു വിഷയം, പ്രയാസപ്പെടുന്ന വിഷയം നമ്മുടെ കടങ്ങളാണ്. അത് പലരും പറയുന്നു, ഉസ്താദേ ഒരു നിർബന്ധ സാഹചര്യത്തിൽ അങ്ങനെ പെട്ടുപോയി, സംഭവിച്ചു പോയി, ഇനി ഞങ്ങൾ രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇപ്പോൾ ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട് കടങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ തലവേദന ജീവിതത്തിൽ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തിക വലിയ വലിയ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ആ കടബാധ്യതയിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് കരകയറാൻ എന്തുണ്ട് മാർഗം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മാർഗം ഹദീസിൽ കാണാം. എന്താ മാർഗം? ഈ പറയുന്നൊരു ദുആ, അത് ആത്മാർത്ഥമായിട്ട് ഓതിയാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും സജീവമായിട്ട് പാരായണം ചെയ്യേണ്ട ദുആയാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. اللهم إني أعوذ بك
من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, മടികൾ, ഹംഹസൻ, ടെൻഷൻ, മാനസിക ഡിപ്രഷൻ, നമ്മുടെ മനസ്സിന്റെ വേദനകൾ എല്ലാം മാറുന്ന, കടബാധ്യതയിൽ അല്ലാഹുവിന്റെ ഇടപെടലുണ്ടാകുന്ന, വലിയ സഹായം കിട്ടുന്ന പരിശുദ്ധമായ ദുആ അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് ഖസീദത്തു കഫാക്ക. സാധാരണ നമ്മുടെ മദരിസിൽ പങ്കെടുത്ത് പരിചയമുള്ളവർക്ക് അറിയാം. കഫാക്ക ബൈത്ത് 40 കാഫ്, അറബിയിൽ കാഫ് അറിയാലോ, അങ്ങനെ 40 കാഫ് എന്ന് പറയുന്ന ഹർഫുകൾ ചേർത്തി വെച്ച് മുഹയ്യിദ്ദീൻ ശിഖർ റളിയല്ലാഹു തആല പഠിപ്പിച്ചു തരുന്ന ഒരുപാട് സിറുകൾ അടങ്ങിയ, അത്ഭുതമടങ്ങിയ ബൈത്താണ്, വരികളാണ് കഫാക്ക, ഖസീദത്തു കഫാക്ക. എണ്ണി നോക്കിയാൽ 40 കാഫ് ഉണ്ടാവും. അത് അള്ളാഹുവിൻ്റെ യാ കാഫി, എന്തിനും മതിയായവനെ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരുപാട് രഹസ്യമുണ്ട്. അത് മഹാന്മാരായ ആരിഫീങ്ങളുടെ അടുക്കൽ വലിയ മഅറൂഫായ അറിയപ്പെട്ട രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ബൈത്ത. ആ ബൈത്ത് ചൊല്ലുന്നതിൽ ഒരുപാട് മഹത്വം നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാട് കാവലുണ്ടാകും, ഒരുപാട് ബറക്കത്തുകൾ ഉണ്ടാകും. അതിനുശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ട്, ഒരുപാട് മഹത്വമുണ്ട്. അപ്പോൾ 40 കാഫുള്ള ഖസീദത്തു കഫാക്ക വെറൈറ്റി ബൈത്താണ്. വലിയ സന്തോഷമാണ്. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവരത് മനപ്പാടാക്കിയിട്ടുള്ള കുഞ്ഞുമക്കൾ പോലും മനപ്പാടാക്കിയിട്ടുണ്ട്. ആ ഖസീദത്തു കഫാക്കയാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا
തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്ത് കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വലാത്തുകളാണ്. സ്വലാത്ത് വേണ്ടാത്തൊരു സമയമില്ല, മാസമില്ല, സന്ദർഭമില്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മുഹൂർത്തം, പ്രധാനപ്പെട്ട ഇജാബത്തിന്റെ രാവുകളിൽ, ദിവസങ്ങളിൽ, ഒരു അമലിന് ഒരുപാട് കൂലി കിട്ടുന്ന സമയങ്ങളിൽ പരിഗണിക്കേണ്ട അമൽ തന്നെയാണ് സ്വലാത്ത്. സ്വലാത്തില്ലെങ്കിൽ ഒന്നുമില്ല. സ്വലാത്തില്ലെങ്കിൽ ദുആക്ക് ഇജാബത്തില്ല. കഅബയുടെ മുറ്റത്ത് ഒരാൾ ദ്വാരക്കുന്നത് എന്തുമാത്രം ഉണ്ടായില്ല, സ്വലാത്ത് മാത്രം ഉണ്ടായില്ല, ഇജാബത്തില്ല. സ്വലാത്ത് ഒരാൾ ചൊല്ലി ദ്വാരക്കുന്നു, കഅബയുടെ മുറ്റത്തല്ല, അവരവരുടെ വീടിന്റെ ബെഡ്റൂമിലായിരിക്കുന്നത് അല്ലെങ്കിൽ ഹാളിലായിരിക്കുന്നത്, ഇജാബത്തുണ്ട്. എന്തുകൊണ്ട്? സ്വലാത്തുണ്ട്. സ്വലാത്തിന് വല്ലാത്ത പോലീസയാണ്. നമുക്ക് പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും വിഷമങ്ങളും സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പോലീസിയാക്കപ്പെട്ട സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على النور واهله 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 اللهم صل على النور واهله. തഖബ്ബൽ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് തഖബ്ബൽ അല്ലാഹ് ബാറക്കല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഒരു ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹ എങ്ങനെയാണ്? ഒന്നാമതായി നമ്മുടെ കൽബിൽ നിയ്യത്ത്, പടച്ചോനെ ഇതിന്റെ കൂലി പൂർണ്ണമായിട്ട് എനിക്ക് വേണം. എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഖബറിൽ പോകുന്നതിന് മുമ്പ്, ഖബറിൽ പോയിട്ട് ആരുടെയെങ്കിലും ഫാത്തിഹ പ്രതീക്ഷിക്കുകയല്ല, നമ്മൾ ഖബറിൽ പോകുമ്പോൾ നമ്മുടെ ഫാത്തിഹനെ നമുക്ക് ഗുണം ചെയ്യണം. അതിനുവേണ്ടി ഇപ്പം തന്നെ നമ്മൾ ഓതുക. അപ്പം നമ്മുടെ ജീവിതവും ഖബർ ജീവിതവും എല്ലാം ഹൈറാകാൻ വേണ്ടി സൂറത്തുൽ ഫാത്തിഹ. അതോടൊപ്പം ഈ മുഹറം മാസത്തിൽ മരണപ്പെട്ടു പോയി ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്. മരണപ്പെട്ടു പോകുന്ന മുഴുവൻ സ്വാലിഹീങ്ങളാണ്. ആ സ്വാലിഹീങ്ങളുടെ പേരിൽ നിയ്യത്ത് ചെയ്യുക. പ്രത്യേകിച്ച് അറിഞ്ഞല്ലോ, ഇന്ന് വഫാത്തായി പോയ പരിശുദ്ധമായ മുഹറമിന്റെ ആദ്യ ദിനം, മുഹറമിന്റെ ഒന്നാമത്തെ ദിവസം, മുഅ്മിനീങ്ങളൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തുള്ളവർ മരണമായി കിട്ടാൻ വേണ്ടി പലപ്പോഴും കൊതിച്ചിട്ടുള്ള ദിവസമാണ് യൗമുൽ ഇത്നൈൻ, തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ചയിൽ ഇന്നിന്റെ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ വഫാത്തായി പോയിട്ടുള്ള മഹാനായ സയ്യിദ് ഖുറാത്തങ്ങൾ, ആ മഹാനവറുകളുടെ പേരിൽ കൂടെ നമ്മൾ ഈ ഫാത്തിഹയിൽ ആഡ് ചെയ്യാണ്. അൽഹംദുലില്ലാഹ്, അത്തരം മഹാന്മാരുടെ പേരിൽ നമ്മുടെ മരിച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മഹാന്മാരായ അല്ലെങ്കിൽ സൂഫിയാക്കളായ അഹ്ലു ബൈത്തും കൂടെയാണല്ലോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ അവിടുത്തെ രക്തത്തിന്റെ ഭാഗമാണല്ലോ. ആ പോരിശ മുഴുവൻ നമുക്ക് കിട്ടും. നമുക്ക് ബഹുമാനിക്കുന്നതിൽ, ആദരിക്കുന്നതിൽ, അതോടെ പെരുമാറുന്നതിൽ നമുക്ക് സംഘടനയില്ല, ഇസമില്ല. ഒറ്റ ഇസയുള്ളൂ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇക്റാമിന്റെ, തഅലീമിന്റെ, ആദരവിന്റെ ഏറ്റവും വലിയ ബഹുമാനം. ആ ബഹുമാനത്തോടു കൂടെ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരു ഫാത്തിഹ ഇത്രയും നിയ്യത്ത് മുഴുവൻ വെച്ചുകൊണ്ട് ഓതുക. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ അലിമലിക്കുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പ്രഗൽഭമായ ഈ രാവിൽ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവിധ ഖൈറും തുറന്നു നൽകണേ അല്ലാഹ്. മുടങ്ങാതെ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവര്, മുടങ്ങാതെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്, ഓരോ അമലുകൾ പറയുമ്പോഴും നിറഞ്ഞ മനസ്സോടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവര്, റബ്ബേ എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഖൈറ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നിന്റെ ആഫിയത്തിലാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ തുടക്കം ആദ്യ ദിവസം തന്നെ നീ കൊടുക്കുന്ന റഹ്മത്ത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ ഒരുപാട് പേര് നോമ്പുകാരാണ്, ഇനിയും നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടക്കം അതിന്റെ കൃത്യമായ ബഹുമാനത്തോടെ എഴുതി വെച്ചവരാണ്. എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റബ്ബേ. അപകടങ്ങളും അപകട മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും നൽകല്ലേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. എല്ലാം നീ കബൂലാക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങള്, കടങ്ങള്, പ്രയാസങ്ങള്, വിഷമങ്ങള് റബ്ബേ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ, അപകടങ്ങള് പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഫലസ്തീനിൽ നീ വിജയം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, അല്ലാഹുവേ, മുഹറം മാസം ഞങ്ങളുടെ ഒരു വയസ്സിന്റെ തുടക്ക മാസമാണ്. ആ മാസം നിന്റെ പൊരുത്തപ്പെട്ട, നീ ഇഷ്ടപ്പെട്ട അമലുകളോടുകൂടെ തുടങ്ങി നിന്റെ പൊരുത്തത്തോടെ അങ്ങോട്ടുള്ള മരണം വരെയുള്ള ജീവിതം റബ്ബേ, അങ്ങനെയുള്ള വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്ക പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء المرسلين. وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.